ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ആനക്കുട്ടിയുടെ കഥയാണ് കേട്ടോ. നമുക്ക് കഥ കേട്ടാലോ? കഥയുടെ പേര് ഗോപു. ഒരു കാട്ടിൽ അർജുൻ എന്നു പേരുള്ള ഒരാനയും അവൻ്റെ മകൻ ഗോപുവും ഉണ്ടായിരുന്നു. അവർ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. അർജുനും ഗോപുവും നല്ല സുഹൃത്തുക്കളെ പോലെയായിരുന്നു. അർജുൻ അവനെ എന്നും പുഴക്കരയിൽ കുളിക്കാനായി കൊണ്ടുപോകും. ഗോപു ആണെങ്കിലോ മഹാവികൃതിയാണ്. അവൻ കുളി കഴിഞ്ഞാലും ഒരുപാട് സമയം വെള്ളത്തിൽ കളിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ അവൻ ഒറ്റയ്ക്ക് പുഴക്കരയിൽ പോയി വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം അർജുൻ ഗോപുവിനോട് പറഞ്ഞു, ഗോപു, ചുറ്റും ശത്രുക്കളാണ്. നീ ചെറുപ്പമാണ്, സൂക്ഷിക്കണം. എപ്പോഴും ജാഗ്രതയുണ്ടാവണം. ആരെയും വിശ്വസിക്കരുത്. പക്ഷേ ഇതൊന്നും ഗോപു ചെവിക്കൊണ്ടില്ല. ഒരു ദിവസം അവൻ പിന്നെയും പുഴക്കരയിലേക്ക് നടന്നുപോയി. ഇത് ഒരു സൂത്രശാലിയായ ഒരു കുറുക്കൻ കാണുന്നുണ്ടായിരുന്നു. ഗോപു പുഴക്കരയിലെത്തി പുഴയിലിറങ്ങി കളിക്കാനും തുടങ്ങി. നല്ല രസമുണ്ട് കളിക്കാൻ. അച്ഛനുണ്ടെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കില്ല. എപ്പോഴും ഞാൻ ചെറുതാണെന്ന് പറഞ്ഞ് ഒന്നിനും സമ്മതിക്കില്ല, അവൻ സ്വയം പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് കുറുക്കൻ അവിടേക്ക് എത്തിയത്. അവൻ ഗോപുവിനോട് ചങ്ങാത്തം കൂടി. എന്നിട്ട് പറഞ്ഞു, നീ നല്ല ബുദ്ധിമാനാണ്, കൂടാതെ ശക്തിയുള്ളവനും. ഈ കാട്ടിൽ നിന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. പിന്നെ എന്താണ് നിന്റെ അച്ഛൻ നിന്നെ കളിക്കാനൊന്നും വിടാത്തത്? നീ എൻ്റെ കൂടെ പോരുന്നോ? കുറച്ചപ്പുറത്തായി നല്ല കരിമ്പിൻ തോട്ടമുണ്ട്, മധുരമുള്ള പഴങ്ങളുമുണ്ട്. ഇതു കേട്ടപാടെ ഗോപു കുറുക്കൻ്റെ കൂടെ പോകാനൊരുങ്ങി. പക്ഷേ പെട്ടെന്നാണ് ഒരു ശബ്ദം. ഗോപു നോക്കിയപ്പോൾ കുറുക്കൻ്റെ പിറകിലായി അച്ഛൻ. കുറുക്കൻ തൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിയാണ് അവിടെ എത്തിയത്. ഗോപുവിനെ കൊണ്ടുപോയി തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണമാക്കാനായിരുന്നു കുറുക്കൻ്റെ ഉദ്ദേശം. അർജുൻ തൻ്റെ മകനെ അടുത്തു വിളിച്ച് അപ്പുറത്തായി നിൽക്കുന്ന 2 കുറുക്കന്മാരെയും കാണിച്ചു കൊടുത്തു. ഗോപുവിനോട് അർജുൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. ഗോപുവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. കൂടാതെ അർജുൻ കുറുക്കനോട് പറഞ്ഞു, ഇനി ഇതുപോലെ എന്തെങ്കിലും നീ ചെയ്താൽ പിന്നീട് നീ ജീവിച്ചിരിക്കില്ല. ഇതു പറഞ്ഞ് അർജുനും ഗോപുവും തിരിച്ചു നടന്നു. ഗോപു അർജുനോട് മാപ്പ് പറഞ്ഞു. കൂടാതെ ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ലെന്ന് അവൻ പറഞ്ഞു. അവന് അച്ഛന് തന്നോടുള്ള സ്നേഹം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് പറയുന്നത് നമ്മുടെ നന്മയ്ക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.